നമസ്കാരം ശാരിക. രണ്ട് മക്കളാണല്ലേ? രണ്ടും പെൺകുട്ടികളാണ്. ഒരാൾ ഹോമിയോയും ഒരാൾ എന്താണ് വിഷ്വൽ മീഡിയയാണ്. എന്തുകൊണ്ടാണ് പ്രസാദ് ഈ ഹോമിയോ ഒരാൾ വിഷ്വൽ മീഡിയ? അതെ, ഈ ഹോമിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 30-35 വർഷമായിട്ട് ഹോമിയോ മെഡിസിനാണ് കഴിക്കുന്നത്. ഞാൻ ഇംഗ്ലീഷ് മെഡിസിൻസ് കഴിക്കാറില്ല, വളരെ റെയറാണ്. ഇപ്പം അവള് ഡോക്ടറായ ശേഷം എനിക്ക് കാശ് കൊടുക്കണ്ട. ഓ അങ്ങനെ ഫ്രീ. ഫ്രീ. അതുപോലെ തന്നെ പിന്നെ ഞാനൊരു 91 മുതൽ വീഡിയോ കാസറ്റ്സ് എടുക്കാൻ തുടങ്ങി. ഫസ്റ്റ് വീഡിയോ കാസറ്റ് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് സെൻസർ ചെയ്ത് വീഡിയോ കാസറ്റ് ഇറക്കുന്നത് ഞാനാ. അന്ന് മറ്റ് ചാനൽസ് ഒന്നും വന്നിട്ടില്ല 91-ൽ. അപ്പോൾ അത് ഇപ്പോഴും വർക്കുണ്ട്. ഇപ്പോഴും എനിക്ക് വെബ് സീരീസ് ഉണ്ട്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ലൂക്ക ഒരു വെബ് സീരീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ആൽബംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് സ്റ്റുഡിയോ ഉണ്ട്, ഒരു എഡിറ്ററുണ്ട്. അപ്പോൾ ഇവളിപ്പം വിഷ്വൽ മീഡിയ ആയതുകൊണ്ട് ഇവള് ക്യാമറയും ചെയ്യും, ഇവള് അത്യാവശ്യം ചില പ്രോഗ്രാംസ് ഒക്കെ ഡയറക്റ്റ് ചെയ്യും, എഡിറ്റിംഗ് ഇവളാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടും ഫ്രീ. അച്ഛൻ എങ്ങനെയാണ് വീട്ടില്? അച്ഛൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ തന്നെ വെച്ചാ നമുക്ക് അച്ഛന് ഇന്നലെ ആകെ ഉള്ളൊരു പേടി എന്തായിരുന്നു അറിയോ? ഇനി പിള്ളേര് വന്നിട്ട് ഇനി എന്താണോ എന്തോ ഇനി വിളമ്പാൻ പോണെന്നുള്ളൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ടാ ചോദിക്കുന്നത് എങ്ങനെയാണ്? അച്ഛനായിട്ട് വീട്ടില് കൗണ്ടർ അടിച്ച് പിടിച്ച് നിക്കണമല്ലോ. ഓ, കൗണ്ടർ അടിക്കണം അല്ലേ? അത് ശരി. അപ്പൊ അച്ഛൻ എപ്പോഴും വഴക്കൊക്കെ പറയുമോ അതോ വഴക്ക് പറയണവരെ കൗണ്ടർ അടിച്ചോണ്ടാന്നുള്ളതാണ് പ്രശ്നം. വഴക്ക് പറയുന്നവരെ കൗണ്ടറാണ്. അച്ഛൻ അങ്ങോട്ട് പറഞ്ഞിട്ട് പോകും, നമ്മളത് ഓർത്ത് ഓ ഇവിടെ ഇരുന്ന് ശരിക്കില്ലേ. എന്തിനാണ് ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിരിക്കുന്നത്? അതൊക്കെ ഈ മൊബൈൽ കാണുന്നതിനാണോ? അത് കുഴപ്പമില്ല, അച്ഛൻ നമ്മുടെ ഇരട്ടിയാണ്. അപ്പൊ നമ്മള് അച്ഛനാണ് മോശമല്ലല്ലോ. അച്ഛൻ എപ്പോഴും ഇത് തന്നെ അല്ലേ? ആ കാര്യത്തിൽ അമ്മക്ക് 3 മക്കളാ വഴക്ക് പറയാൻ. അച്ഛൻ, ഞാൻ, ചേച്ചി. ആർക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. അല്ല, അത് അച്ഛൻ തന്നെ കൊടുത്തേക്കല്ലേ? അത് അച്ഛനാണ്. വഴക്ക് കൂടുന്നത് കൂടുതൽ ഞങ്ങളൊരു ഒരു വെബ് സീരീസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ അതിനകത്ത് ഹ്യൂമർ ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ആ ഹ്യൂമർ ഇടാന്ന് പറയും. ഇവള് പറയും അച്ഛാ അതൊക്കെ പഴയ ഹ്യൂമറാ, അതൊക്കെ പഴഞ്ചാനാ. അങ്ങനെ ഞാൻ പറയുന്ന സാധനം ഇവള് സമ്മതിക്കില്ല. ഇത് ന്യൂജനാണ്, അത് ഇപ്പോൾ ഏക്കില്ല എന്ന് പറയും. അങ്ങനെ എന്നും നമ്മൾ തർക്കം ഇതാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുക. ഈ സായിപ്പിനെ മദാമെ എങ്ങാണ്ട് വെച്ച് പറ്റിച്ചെന്ന് പറഞ്ഞില്ലേ, എവിടെയായിരുന്നത്? അത് ഒരുപാട് സ്ഥലത്ത് പറ്റിച്ചിട്ടുണ്ട്. ആഹാ, ഇത് തന്നെയാണോ ജോലി? എന്തായിരുന്നത്? ഈ എയർപോർട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ സായിപ്പിനെ മദാമിനെ ഒക്കെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഗൾഫിൽ ചെന്നിട്ട് ഗൾഫിലും പറ്റിച്ചിട്ടുണ്ട്. നമ്മൾ പറ്റിച്ചതല്ല, ഗൾഫിലൊക്കെ സത്യസന്ധമായ കാര്യമാണ്. നമുക്ക് ഇപ്പോഴത്തെ പോലുള്ള സൗണ്ട് സിസ്റ്റം ഒന്നും അന്ന് 80കളിൽ പോകുമ്പോൾ ഇല്ല. 84-ലാണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് അമേരിക്കയിൽ. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ടീമായിട്ട് പോകുമ്പോൾ അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്പീക്കേഴ്സും കൊണ്ട് ഇവിടുന്ന് പോകുക. അപ്പൊ എയർപോർട്ടിൽ ചെന്ന് കഴിയുമ്പോഴും ഈ സ്പീക്കേഴ്സ് കേട്ടില്ല സായിപ്പ് എന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ പറയും നമുക്കിത് പറയാനും പറ്റണല്ലോ, കാരണം ഇവരുടെ വർത്തമാനം ഈ ടൈപ്പല്ലേ സംസാരിക്കുന്നത്. അപ്പൊ എന്റെ സ്പോൺസർ പറഞ്ഞു ഇതെങ്ങനെ കേട്ടിട്ടെന്ന് ഞാൻ കാണിച്ചു തരാം. പുള്ളിയോട് തന്നെ പറഞ്ഞു I'll see you later എന്ന് പറയുമ്പം how much എന്ന് ചോദിച്ചു. അപ്പോൾ തന്നെ ഇയാൾ പറഞ്ഞു 100. അപ്പൊ തന്നെ പുള്ളി സമ്മതിച്ചു. അവരുടെ കോഡാണത്. ഞാൻ പിന്നെ കണ്ടോളാം, I'll see you later എന്ന് പറഞ്ഞാൽ പിന്നെ കാണാം. ഉടനെ ഇയാളുടെ കയ്യിൽ ഇരിപ്പുണ്ട് $100. പുള്ളി ഷേക്കൻഡ് കൊടുത്തു, കാരണം കംപ്ലീറ്റ് ക്യാമറ ഉണ്ടല്ലോ അന്നുകൊണ്ട്. പുള്ളി സാധനം കയറ്റി വിട്ടു. ഷിക്കാഗോ ചെന്ന് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ ഉള്ളവരൊക്കെ അന്തം വിട്ടു. നിങ്ങൾ മലയാളികൾ നിങ്ങൾ ഇവിടെ അമേരിക്കയിലും വന്ന് കൈകൂലി കൊടുത്തു. അതൊന്നും അല്ല കോമഡി. എന്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ $100 കൊടുത്ത് അവിടെ എത്തിയല്ലോ, $100. അവിടെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ സ്പോൺസർ ഇല്ല. അപ്പൊ എന്റെ തലയിലെ ഉത്തരവാദിത്തം. അബലശം പറയും പ്രസാദ് നോക്കിക്കോ എന്ന് പറയും. അവിടെ ചെന്നപ്പോഴും ഇതേപോലെ സ്പീക്കർ ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല. പിറ്റേ ദിവസം പ്രോഗ്രാം ഉള്ളത് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു I'll see you later. ഞാനും പറഞ്ഞു വായിൽ കൊഴുക്കട്ടെ പറ്റ പോലെ I'll see you later എന്ന് പറഞ്ഞാൽ അവർക്ക് പിടി കിട്ടില്ല. Later? How much? 50. ഞാൻ 150 ആക്കി. നമ്മളാണ് മലയാളികൾ. Oh, 50. Oh, that's not എന്നൊക്കെ പറഞ്ഞു പുള്ളി എന്തോ പറയുന്നുണ്ട്. I don't have money. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു ഷേക്കൻഡ് കൊടുത്തു. $50 അങ്ങ് വെച്ച് കൊടുത്തു, $50. പുള്ളി സ്പീക്കർ കയറ്റി. അപ്പൊ അച്ഛൻ എന്നെ അഭിനന്ദിച്ചു, താനിത് എങ്ങനെ കയറ്റി? അമ്മ അച്ഛാ $100 എന്ന് പറഞ്ഞ് ഞാൻ $50 ഒപ്പിച്ചു. അങ്ങനെ വിദേശ യാത്രകളിലെ കഥകൾ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എപ്പിസോഡുകൾ ചെയ്യാൻ പറ്റും.